മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. വയനാട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ മീനിൽ പുഴുവിനെ കണ്ടെത്തിയതായി പരാതി. കഴിഞ്ഞ ദിവസം കൽപ്പറ്റ മണിയങ്കാട് സ്വദേശി ബിനീഷ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചൂര മീനിലാണ് പുഴുവിനെ കണ്ടത്. മീൻ കഴുകാനെടുത്തപ്പോഴാണ് പുഴുവിനെ കണ്ടതെന്നാണ് പരാതി. ആരോഗ്യവകുപ്പിന് പരാതി നൽകുമെന്ന് ബിനീഷ് പറഞ്ഞു. ഇതെന്താ സാധനം ആണല്ലേ? വിശദാംശങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നുണ്ട്. ജയരാജ്, നമ്മളറിയാം സാധാരണ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ അത്രയും വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങുന്നത്. പക്ഷെ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മീനിൽ പുഴുവിനെ കണ്ടെത്തുന്നു. ഈ ബിനീഷ് പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്? ടോം, വയനാട്ടിലെ കൽപ്പറ്റയിലെ ഒരു പ്രശസ്തമായ ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. നമുക്കറിയാം നെസ്റ്റോ എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റ്. ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കൽപ്പറ്റ മണിയങ്കോട് സ്വദേശിയായ ബിനീഷും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് രാത്രി 9 മണിയോടെ അടുത്താണെന്ന് പറയുന്നു അവിടെ നിന്നും മത്സ്യം വാങ്ങിയത്. ബ്ലാക്ക് ട്യൂണ എന്ന പേരിലുള്ള ഒരു മത്സ്യമാണ്. അതായത് നമ്മളെ സാധാരണ നാട്ടിലെ ഭാഷ പറയുകയാണെങ്കിൽ അതിനെ കറുത്ത ആവോലി എന്ന് പറയും, അല്ലെങ്കിൽ ചൂത എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു മീനാണ്. അത് കഷ്ണം മുറിച്ചാണ് അവർ വാങ്ങിയത് എന്ന് പറയുന്നു. തുടർന്ന് വീട്ടിലെത്തി അത് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ പുഴുവിനെ പുഴു ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു 5-6 വെളുത്ത വലിയ പുഴുക്കൾ തന്നെ ഇവരിതിൽ കാണുകയുണ്ടായി. ഉടനെ തന്നെ ഇദ്ദേഹം ഈ മീനുമായി അപ്പോൾ തന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകും. എന്നാൽ അവിടെ അതിന്റെ പ്രധാനപ്പെട്ട ജോലിക്കാരും അവിടുത്തെ കുറച്ച് സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവരതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് നമ്മളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നതും തുടർന്ന് അദ്ദേഹം ആരോഗ്യ വകുപ്പിന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ പരാതിപ്പെടും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഉച്ചയോടെ തന്നെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പരാതി കൊടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യം. ടോം, ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും പലരും പുറത്തു പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ സമയത്ത് ഇത്തരത്തിലെ മീനിൽ ഇങ്ങനെ പുഴുവിനെ കണ്ടത് ഒരു വലിയ സംഭവം തന്നെയായിട്ട് കാണുന്നു. ടോം, അതെങ്ങനെയാണ്? കാരണം സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജുകളിലൊക്കെ നമുക്കറിയാം ഫ്രീസറിലാണ് മീനും മറ്റു മത്സ്യങ്ങളൊക്കെ ഈ മാംസ ഭക്ഷണങ്ങളൊക്കെ വെക്കാറുള്ളത്. അവിടെ സാധാരണ ഇങ്ങനെ കേട് വരാറില്ല. അതിന് കേട് വന്നാൽ പോലും ഈ പുഴുക്കളെ കാണുന്ന സാഹചര്യങ്ങളൊക്കെ അപൂർവമാണ്. എന്താണ് ഈ വിഷയത്തിൽ ഈ സൂപ്പർ മാർക്കറ്റ് അധികൃതർ പറയുന്നത്? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ജയരാജ്. ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയൊക്കെ കൃത്യമായും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നടത്തേണ്ടതാണ്, പതിവായി നടത്താറുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാറുണ്ടോ? ടോം, സാധാരണ മാർക്കറ്റുകളിൽ നിന്നും വിഭിന്നമായി സൂപ്പർ മാർക്കറ്റ്, അതായത് പുറത്തുള്ള മാർക്കറ്റ് മീൻ മാർക്കറ്റുകളിൽ നിന്നും വിഭിന്നമായി സൂപ്പർ മാർക്കറ്റുകളിൽ ഈ ഫ്രീസറിലാണ് ഇത്തരത്തിലുള്ള മീനൊക്കെ സൂക്ഷിക്കാറ്. പക്ഷേ ഈ മീനൊക്കെ സൂക്ഷിക്കുന്നതിന് അവർക്കൊരു മാനദണ്ഡമുണ്ട്. കാരണം ഒരു ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയാറ്. പക്ഷേ ഇത് കൃത്യമായി എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ആകുമ്പോൾ ശരിക്കും ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് അവരൊരു റൊട്ടീൻ അടിസ്ഥാനമായിട്ടുള്ള ഒരു പരിശോധന അല്ല നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ആരോഗ്യ വിഭാഗമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അവരാണെങ്കിലും അന്വേഷണം നടത്തുന്ന നടപടി എടുക്കുന്നതുമൊക്കെ. പക്ഷെ തീർച്ചയായും ഇത്തരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പ്രത്യേകിച്ച് ഫ്രീസറിൽ വെക്കുന്നതിനൊക്കെ എന്തായാലും പച്ചമീൻ അധികം ദിവസം വെക്കാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം ഈ മാർക്കറ്റിലൊക്കെ ഉള്ള മീനുകൾ പല സ്ഥലങ്ങളിലും പിറ്റേ ദിവസങ്ങളിൽ ഇത് വാഹനങ്ങളിൽ കൊണ്ടുവരുന്നൊക്കെ അത്തരത്തിലുള്ള മീന ആണ് എന്നൊക്കെയുള്ള പരാതികളൊക്കെ ഇവിടെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു കർശനമായ ഒരു പരിശോധന ഒരു റൊട്ടീൻ അനുസരിച്ച് ആഴ്ചയിലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ നടത്തേണ്ടത് ഒരു അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തില് ഫെസ്റ്റിവൽ സീസണൊക്കെ വരും, അല്ലെങ്കിൽ പെരുന്നാള്, ഓണം
വിഷുവൊക്കെ വരുമ്പോൾ തന്നെ ഈ മീനിന് ക്ഷാമം വരാറുണ്ട്. അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്തൊക്കെ, ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എല്ലാ വിഭവങ്ങളും വേണ്ട ഒരാവശ്യമുള്ള സമയത്താണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്കത് അറിയാൻ കഴിയില്ല ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫ്രീസറിൽ വെക്കുന്ന മീൻ അറിയാം, ആ സമയത്ത് കാണുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇത് വെള്ളത്തിലിടുന്നതിന് ശേഷമാണ് ഇതിന്റെ അല്ലെങ്കിൽ ഇത് കേടാണോ എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമുക്ക് പറയേണ്ടത് ഇത്തരത്തിലുള്ള, കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരു പരിശോധനയ്ക്ക് ഒരു ദിവസം നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമായി വരും ഇത്തരത്തിലുള്ള ഒരു സമയത്ത്. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? കാരണം കൃത്യമായും ചില മാനദണ്ഡങ്ങളൊക്കെ ഉള്ളതാണ്. ഓരോ സൂപ്പർ മാർക്കറ്റുകൾക്കും ഇതുപോലുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളുള്ളതാണ്. ഇവിടെ ഒരു പരിശോധനയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പരിശോധനകൾ നടത്തേണ്ടതല്ലേ ജയരാജ്? തീർച്ചയായും നമ്മളൊരു മീനിൽ പുഴു വരിക എന്ന് പറയുന്നത് അതിനൊരു നിശ്ചിത ദിവസം ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പൊ വേസ്റ്റിലാണെങ്കിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പുഴു വരുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഫ്രീസറിൽ വെച്ച മീന് ഈ ഒരു പുഴു വരണമെങ്കിൽ എന്തായാലും ഒരു 1 വീക്കെങ്കിലും ലേറ്റായ മീനായിരിക്കുമെന്ന് നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലൊക്കെ വിളിച്ചപ്പോൾ അവരിൽ നിന്നും കൃത്യമായിട്ടൊരു അങ്ങനെ അവർക്ക് ഒരു ദിവസമേ മീൻ വെക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിശോധന അല്ലെങ്കിൽ അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നതൊക്കെ ഇത്തരത്തിലൊരു ഇൻസിഡന്റ് വരുമ്പോഴാണ് എന്നുള്ളത് അവർക്ക് പറയാതെ പറയേണ്ടി വന്നു. പക്ഷെ സത്യത്തിൽ അതല്ല ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിൽ അവരത് കർശനമായി അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റുകളിൽ എത്ര വലിയ ഹൈപ്പർ മാർക്കറ്റുകളാണെങ്കിലും ഇത്തരത്തിലുള്ളത് ഫ്രീസറിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ആഴ്ചയോ, പ്രത്യേകിച്ച് നിയമപ്രകാരം ഒരു ദിവസം വെക്കാനേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായി തന്നെ ഒരു നിയന്ത്രണം കൊടുത്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഒരുപക്ഷെ ഇത്തരത്തിലൊരു സംഭവം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അടുത്തും ഇതിനെ പാകപ്പിഴ പറയാമല്ലോ നമുക്ക് എന്തായാലും. കാരണം ഇങ്ങനെ പുഴു വരുന്ന ഒരു മീൻ, അതും ഇത്ര പുഴുക്കൾ വരുന്ന ഒരു മീൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് അല്ലെങ്കിൽ അവരുടെ കയ്യിലെത്തിയത് വൈകിട്ടായിരിക്കണം ഈ മീനെ. അങ്ങനെ പല രീതിയിലും നമുക്ക് അനുമാനിക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, അതായത് അവരെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഹെൽത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടത് ആവശ്യമാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മീനിൽ പുഴുവിനെ കണ്ടെത്തിയത്. മീൻ വാങ്ങിയ ആൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.